എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെയർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാഫലങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ഏപ്രിൽ 20-ന് ശേഷം നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വിദ്യാർത്ഥികളുടെ +1ൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ റിസൾട്ട് വരാനുള്ള ആ ഒരു സാധ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ കൂടിയാണ്. കാരണം ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ, അതുപോലെ തന്നെ സേ പരീക്ഷാഫലങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് +2 വിദ്യാർത്ഥികളായിരിക്കും. കാരണം +2 വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ +2 ജയിക്കാത്ത വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള പല വിദ്യാർത്ഥികളും +2 പരീക്ഷ കൂടി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ +2ൻ്റെ റിസൾട്ട് വരുന്ന ആ ഒരു സെയിം ഡേ തന്നെയാണ് നിങ്ങളുടെ +1ൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാഫലങ്ങൾ വരാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഗ്രേസ് മാർക്കിൻ്റേത്. അപ്പോൾ നിങ്ങൾ SSLC പഠിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് എന്തെങ്കിലും അർഹതയുണ്ടാവും. അതായത് ചില സമയത്ത് SPC, NCC, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിന്നും ഈ ഒരു ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഐറ്റങ്ങൾ, അതായത് ആക്ടിവിറ്റികൾക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചതുപോലെ ആ ഒരു 10ാം ക്ലാസ്സിൽ പങ്കെടുത്ത ആ ഒരു കാര്യങ്ങൾക്ക്, അതായത് ആക്ടിവിറ്റികൾക്ക് നിങ്ങൾക്ക് +2ൽ ഗ്രേസ് മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം പറയാം. അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പങ്കെടുത്തുള്ള ആക്ടിവിറ്റിക്ക് 10ാം ക്ലാസ്സിൽ മാത്രമേ ഗ്രേസ് മാർക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ +1ൽ പങ്കെടുക്കുന്ന, അതായത് +1ൽ നിങ്ങൾ പങ്കെടുക്കുന്ന ആക്ടിവിറ്റികൾക്ക് +1ൽ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുക. അതുപോലെ +2ൽ പങ്കെടുക്കുന്ന ആ ഒരു ആക്ടിവിറ്റികൾക്ക് +2ലാണ് ഗ്രേസ് മാർക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ചില പ്രോഗ്രാമുകൾക്ക്, അതായത് ഇപ്പോൾ NSS പോലുള്ള പ്രോഗ്രാമുകൾക്ക് +2ലാണ് സാധാരണ ഗ്രേസ് മാർക്ക് നൽകാറുള്ളത്. കാരണം 2 വർഷത്തെ പ്രോഗ്രാമായിട്ടാണ് NSSൻ്റേത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ +2നാണ് സാധാരണഗതിയിൽ ഈ ഒരു ഗ്രേസ് മാർക്ക് നൽകാറുള്ളത്. ചില കാര്യങ്ങൾക്ക് +1ന് പഠിക്കുമ്പോൾ ചെയ്ത ആക്ടിവിറ്റികൾക്ക് +1ലാണ്, അതായത് കലോത്സവം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ +1ൽ പഠിക്കുന്ന സമയത്ത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു +1ലെ ആ ഒരു മാർക്കിൻ്റെ കൂടിയാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുക. നിലവിൽ നിങ്ങൾ +2 ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ NSSനുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ NCCക്ക് ഉണ്ട്, അതുപോലെ വിവിധ കാര്യങ്ങൾ ഏതെങ്കിലും കായിക മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുത്ത് ജില്ലയല്ല സംസ്ഥാനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഗ്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഗ്രേസ് മാർക്ക് നിങ്ങളുടെ +2ൻ്റെ മാർക്കിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുക. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. അതായത് വിദ്യാർത്ഥികളുടെ +1ൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാഫലങ്ങളും അതുപോലെ തന്നെ +2 റിസൾട്ടും എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ +2ൻ്റെ റിസൾട്ട് അറിയാൻ നിരവധി വെബ്സൈറ്റുകൾ വഴിയും ആപ്ലിക്കേഷനുകൾ വഴിയും ഒക്കെ സാധിക്കുന്നതാണ്. അതായത് സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, iExam, അതുപോലെ കൈറ്റ്, അതുപോലെ തന്നെ ഈ ഒരു DHSC വെബ്സൈറ്റ്, ഇതുപോലുള്ള വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു +2ൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ +1ൻ്റെ സെയർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് kerala-results.nic.in എന്ന ഈ ഒരു കേരളത്തിലെ വിവിധ പരീക്ഷാ റിസൾട്ട്, അതായത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു DHSC ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ ഒരു ലിങ്കിന് എന്താണ് പേര് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ്. ചില സമയത്ത് ഈ ഒരു DHSC ഫസ്റ്റ് ഇയർ സെയർ ഇംപ്രൂവ്മെൻറ്റ് എന്നുണ്ടാവും, ചില സമയത്ത് ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഓരോ സമയത്ത് ആ ഒരു ലിങ്കിന് എന്താണ് പേര് കൊടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമാണ് ആ ഒരു പേര് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട്, അതായത് സെയിം ഡേ ആണ് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുക. അതായത് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു +2ൻ്റെ റിസൾട്ട് DHSC റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ VHSCയുടെ ഉണ്ടാവും, അതുപോലെ DHSC NSQF ഉണ്ടാവും. ഈ ഒരു രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. അതോടൊപ്പം തന്നെ DHSC ഫസ്റ്റ് ഇയർ സെയർ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് 2025 എന്ന് പറഞ്ഞൊക്കെ ആണ് ലിങ്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതായത് റോൾ നമ്പർ നൽകുക. അതുപോലെ തന്നെ റോൾ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു നമ്പർ നൽകുക, അതായത് അല്ലെങ്കിൽ റോൾ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അതിൽ ഹോൾ ടിക്കറ്റിൽ കാണുക. അപ്പോൾ നിങ്ങൾ അത് നൽകുക. അതിനുശേഷം അതായത് ഇതുപോലെയാണ്, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇതുപോലെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണിക്കുക. നിങ്ങളവിടെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു സിമ്പിൾ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംശയമായിരുന്നു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, അതായത് +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലങ്ങളും അതുപോലെ തന്നെ ഈ ഒരു +2ൻ്റെ റിസൾട്ടും ഒരുമിച്ചാണ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ +2ൻ്റെ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് നേരത്തെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സേയുടെയോ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൻ്റെയോ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ +2ൻ്റെ റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
അങ്ങനെ വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഓവറോളായിട്ട് പാസ്സായിട്ടുണ്ടോ എന്ന് നോക്കുക. ഓവറോളായിട്ട് പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ, അതായത് +2ൻ്റെ റിസൾട്ടിൻ്റെ മാർക്ക് ഷീറ്റിൽ 3 പാർട്സ് ആയിട്ടാണ് റിസൾട്ട് ഉണ്ടാവുക. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഗ്രാൻഡ് ടോട്ടൽ മാർക്ക് മാത്രമാണ് നോക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് TE മാർക്കിനത്തിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കുക. അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും കൂടി നോക്കുക. ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞാൽ GM എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അത് ഈ ഒരു മാർക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 48 കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 36 മാർക്കും 48 മാർക്കും 2 വർഷത്തെ ടോട്ടൽ, അത് ഗ്രാൻഡ് ടോട്ടലിൽ TE അതുപോലെ ഗ്രേസ് മാർക്ക് ടോട്ടൽ നിങ്ങൾ കൂട്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതേസമയം ഈ ഒരു മാർക്കിൽ കുറവാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ചില സബ്ജക്റ്റുകൾക്ക് D ഗ്രേഡ് ഉണ്ടാകും, ചില സബ്ജക്റ്റ് C ഗ്രേഡ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. C ഗ്രേഡ് ഉണ്ടെങ്കിൽ കൂടി അത് ഫുൾ C ഗ്രേഡാണ്. എന്നാൽ ചില സമയത്ത് നിങ്ങളുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുണ്ടാവും. അതായത് ഹയർ സ്റ്റഡീസിന് നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നുകിൽ TE മാർക്കും അതുപോലെ ഗ്രേസ് മാർക്കുള്ളവർക്ക് TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടുന്ന സമയത്ത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷം 48 മാർക്കും, ഈ ഒരു 80 മാർക്കല്ല 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്കും, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ +1 +2 കൂട്ടുന്ന സമയത്ത് TE മാർക്കായാലും TE മാർക്കും അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ളവരുടേതായാലും 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 കിട്ടിയിട്ടുണ്ടായിരിക്കണം 2 വർഷം കൂടി. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അതായത് +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ, ആ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ജയിക്കാൻ പറ്റാത്തത് അത് ആ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. തോറ്റ വിദ്യാർത്ഥികൾക്ക് എത്ര സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് +1ന് ജയിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ +2 സേ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാൻഡ് ടോട്ടൽ നോക്കിയിട്ട് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൽ നോക്കിയാൽ മതി. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് NHS എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ EHS, അതായത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ്, അതായത് +2 ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ +2 പരീക്ഷ എഴുതിയിട്ട് ടോട്ടൽ ഓവറോളായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഫെയിൽഡ് ആയതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റുകളൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ചില വിദ്യാർത്ഥികൾ ഒരു സബ്ജക്റ്റ് തോറ്റു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു പരീക്ഷ എഴുതിയിട്ടും ആ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ടിൽ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിച്ചതെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ചില സമയത്ത് നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് D ഗ്രേഡ് തന്നെയായിരിക്കണം എന്നില്ല. ചില സമയത്ത് D+ ഗ്രേഡോ അല്ലെങ്കിൽ C ഗ്രേഡോ ഒക്കെ ലഭിച്ച വിദ്യാർത്ഥികൾ തോൽക്കാറുണ്ട്. ഇങ്ങനെ തോൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ അതായത് TE മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് TE മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക്, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടുന്ന സമയത്തും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു എഴുത്ത് പരീക്ഷയുടെ മാർക്ക് ഗ്രേസ് മാർക്ക് നോക്കുന്ന സമയത്ത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ +2 റിസൾട്ട് വന്ന ശേഷം ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ +2ൻ്റെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് തോറ്റ എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സേ പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മാർക്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ +1ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഫുൾ മാർക്ക്, അത് ഫുൾ മാർക്കല്ല ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു 36 മാർക്കും അതുപോലെ തന്നെ 48 മാർക്കാണ് ഡബിൾ പാസ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്കാണ് +1ന് കിട്ടിയ മാർക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു മാർക്ക് ഇതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണോ ഈ ഒരു +2ൻ്റെ സേ പരീക്ഷയിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടത് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു ഏത് സബ്ജക്റ്റാണ് നോക്കുക, അതിന് ഡബിൾ പാസ് മാർക്ക് എത്ര വേണമെന്ന് നോക്കുക. അത് ആ ഒരു മാർക്കിൽ നിന്ന് +1ന് ആ ഒരു സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ +2 സേ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.